ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഈ വർഷത്തെ ഇതുവരെയുള്ളതിലെ ഏറ്റവും ഉയർന്ന നേട്ടത്തോടു കൂടി പുതിയ ഉയരങ്ങളിലെത്തി നിൽക്കുന്ന ദിവസമാണിത്. ജനുവരിയിലെ രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനത്തെ ദിവസം സെൻസെക്സ് 847 പോയിൻറ്റും നിഫ്റ്റി 247 പോയിൻറ്റും ഉയർന്നു. സെൻസെക്സ് ഒരവസരത്തിൽ 1000 പോയിൻറ്റ് നേട്ടമുണ്ടാക്കിയതാണ്. സൂചികകൾ രണ്ടും പുതിയ റെക്കോർഡ് കുറിച്ച് ആവേശകരമായൊരു വാരാന്ത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രസകരമായ കാര്യം എന്തുകൊണ്ടാണ് ഇന്ന് ഉയർന്നത് എന്നത് മാത്രമാണ്. ഇന്നലെ വരെ പറഞ്ഞിരുന്ന അതേ വിഷയങ്ങൾ അതേ രീതിയിൽ ഇന്ന് നിൽപ്പുണ്ട്. IT കമ്പനികളുടെ മൂന്നാം പാദ റിസൾട്ടുകൾ മോശമായിരിക്കും എന്നുള്ളതിൻ്റെ പേരിൽ കുറേ ആഴ്ചകളായിട്ട് അവയുടെ ഓഹരികൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം പ്രധാനപ്പെട്ട 2 IT കമ്പനികൾ TCSഉം ഇൻഫോസിസും റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവയുടെയൊക്കെ വരുമാനവും ലാഭവും എല്ലാം താഴോട്ട് കുറഞ്ഞുപോയി. ഇന്ന് വിപ്രോയുടെയും HCLൻ്റെയും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വിപ്രോയുടേതും കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് വളരെ താഴ്ന്നാണ് വന്നിരിക്കുന്നത്. HCL കുറച്ച് നേട്ടമുണ്ടാക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് TCSഉം ഇൻഫോസിസും ഏറ്റവും താഴ്ചയിലെത്തി. ഇനി ഇത് ഉയരുകയേ ഉള്ളൂ എന്ന രീതിയിലാണ് വിപണി ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിപണിയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ തന്നെ മൂന്നാം ക്വാർട്ടർ, അതായത് ഒക്ടോബർ ഡിസംബർ എന്ന് പറയുന്ന കാലയളവ് സാധാരണ എല്ലാ IT കമ്പനികൾക്കും മോശമാണ്. ഈ കമ്പനികൾക്കും പൊതുവേ തന്നെ മോശമായിരുന്നു. ഈ വർഷം കൂടുതൽ മോശമാകുമെന്ന് പറഞ്ഞിരുന്നു. ഇതിന് ശേഷമുള്ള മാസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട വളർച്ച എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള വലിയ മാന്ദ്യമൊന്നും വിദേശത്തു നിന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിന് അല്ലെങ്കിൽ ഈ കമ്പനികളുടെ വരുന്ന മാസങ്ങളിലെ വരുമാനം കൂടുന്നതിന് തടസ്സങ്ങളൊന്നും നിലവിലില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ എന്തുകൊണ്ട് താഴ്ന്നു എന്ന ചോദ്യത്തിന് മാത്രമാണ് ഉത്തരവില്ലാത്തത്. വിപണിയിൽ അങ്ങനെയൊക്കെയുള്ള ചില കളികൾ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതായിരുന്നാലും ഇന്ന് 2 രീതിയിലൊരു വിദേശ നാണയ വിപണിയിലും ഇന്ത്യക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഡോളർ 10 പൈസ 11 പൈസ അതാണ് 82 രൂപ 92 പൈസയിലേക്ക് എത്തി. കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് രൂപ ഈ രീതിയിൽ മെച്ചപ്പെട്ട ഒരു നേട്ടം കാഴ്ചവെച്ചിരിക്കുന്നത്. 83 രൂപയുടെ മുകളിലായിരുന്നു കുറേ ആഴ്ചകളായിട്ട് ഡോളർ. ഇന്നിപ്പോൾ ഏതായിരുന്നാലും അത് 83 താഴെ എത്തിയിട്ടുണ്ട്. നിഫ്റ്റി IT കമ്പനികൾ തന്നെയാണ് ഇന്ന് പ്രധാനമായിട്ട് സൂചികകൾ ഉയർത്തിയത്. നിഫ്റ്റിയിൽ IT കമ്പനികളുടെ സൂചിക 5.14% ഉയർന്നു. ഒരവസരത്തിൽ അത് 5.3% വരെ ഉയർന്നതായിരുന്നു. TCS 4%, ഇൻഫോസിസ് 8%, വിപ്രോ 4%, ടെക് മഹീന്ദ്ര 5%, കോഫോർജ് 6%, ബിർള സോഫ്റ്റ് 5.3%, എംഫാസിസ് 4%, മൈൻഡ് ട്രീ 4.5%, ടെക് മഹീന്ദ്ര 5% എന്നൊക്കെയുള്ള തോതിലാണ് ഓഹരികൾ ഉയർന്നിരിക്കുന്നത്. ഇതെല്ലാം ഈ കമ്പനികളെല്ലാം നേരത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ കുറേ ആഴ്ചകളായിട്ട് മൂന്നാം പാദം വളരെ ദയനീയമാകും, ഇനി IT മേഖലയ്ക്ക് വലിയ ക്ഷീണത്തിൻ്റെ കാലമാണ് എന്നെല്ലാം ഉള്ള ഒരു പ്രചാരണത്തിൽപ്പെട്ടവയുടെ ഓഹരികൾ താഴോട്ട് പോയിരുന്നതാണ്. അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഇന്ന് വിപണിയിൽ ഇവ കുതിച്ചു കയറിയത്. ഇന്ന് റിയൽ എസ്റ്റേറ്റ് മേഖലയും പൊതുമേഖലാ ബാങ്കുകളും ഓയിൽ ഗ്യാസ് കമ്പനികളും നല്ല നേട്ടമുണ്ടാക്കി. റിയൽ എസ്റ്റേറ്റ് മേഖല 2% ഒരവസരത്തിൽ ഉയർന്നതാണ്. പൊതുമേഖലാ ബാങ്കുകൾ 2.25% നേട്ടമുണ്ടാക്കി. ഓയിൽ ഗ്യാസ് കമ്പനികൾ 1.5% ഉയർന്നാണ് അവസാനിച്ചിരിക്കുന്നത്. ഓയിൽ ഗ്യാസ് കമ്പനികളിൽ പെട്ട റിലയൻസിൻ്റെ ഉയർച്ചയാണ് ഇന്ന് സൂചികയെ ഉയർത്തിയ മറ്റൊരു ഘടകം. പൊതുമേഖലാ ബാങ്കുകളിൽ പ്രധാനപ്പെട്ട SBI 2% ഉയർന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക് 3% ഉയർന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ 7.5%, യൂണിയൻ ബാങ്ക് 6% ഒക്കെ ഉയർന്നാണ് അവസാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 22% വരെ ഇടിഞ്ഞ പോളിക്യാബ്, ഇലക്ട്രിക്കൽ കേബിളുകളും വയറുകളും നിർമ്മിക്കുന്ന കമ്പനിയാണ് പോളിക്യാബ്. അതിന്ന് 2.25% ഉയർന്നു.
ആ കമ്പനി 1000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഉള്ള അന്വേഷണങ്ങളും നോട്ടീസും ഒക്കെ നേരിടുകയാണ്. തങ്ങൾക്ക് ഇതുവരെ ഒന്നും നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി ഇന്നും വിശദീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരി വില കയറിയത്. ഏതായാലും 1000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് ആദായ നികുതി വകുപ്പുകാർ വാർത്താമാധ്യമങ്ങളോട് പലതും പറയുന്നത്. കമ്പനിയുടെ നിഷേധക്കുറിപ്പ് പ്രത്യേകമായിട്ട് വിശദീകരണങ്ങളൊന്നും ഉള്ളതല്ല. തങ്ങൾക്ക് നോട്ടീസൊന്നും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നസാര ടെക്നോളജീസ് പണ്ട് രാകേഷ് ജുൻജുൻവാലയ്ക്ക് ഗണ്യമായ നിക്ഷേപമുള്ളൊരു കമ്പനിയാണ്. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനിയായത് ഇന്ന് 5% കണ്ട് ഉയർന്നു. രാവിലെ ഒരവസരത്തിൽ 8% നേട്ടം ഉണ്ടാക്കിയതാണ്. ഈ വർഷത്തെ ഒരു വർഷത്തിനുള്ളിലെ ഏറ്റവും ഉയർന്ന വില നിലവാരത്തിലേക്ക് ഓഹരി എത്തി. നസാര ടെക്നോളജീസിൻ്റെ വിറ്റുവരവും ലാഭവും ഗണ്യമായിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് വിപണി അടച്ചതിന് ശേഷം വിപ്രോയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. വിപ്രോയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചതിനേക്കാളും അല്പം മോശമാണ്. വരുമാനത്തിൽ 1.1% കുറവുണ്ട്. മൊത്ത ലാഭത്തിൽ 1.8%, മറ്റാദായത്തിൽ 1% കുറവാണ് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ വിപണികൾ പല അനിശ്ചിതത്വങ്ങളും നേരിടുന്നുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിൽ, പ്രത്യേകിച്ചും ചെങ്കടൽ മേഖലയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. US-ൻ്റെ ഒരു എണ്ണക്കപ്പൽ ഇറാൻ റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് യമനിലെ ഇറാൻ്റെ പിന്തുണയുള്ള ഹൗതി വിമതരുടെ താവളങ്ങളിൽ കടുത്ത വ്യോമാക്രമണം അമേരിക്ക നടത്തി. ഇതിൻ്റെ തുടർക്കഥകൾ എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും ആശങ്കകളുണ്ട്. ഇന്നലെ അമേരിക്കയിലെ ചില്ലറ വിലക്കയറ്റത്തിൻ്റെ കണക്കുകൾ വന്നിരുന്നു. അത് പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു. സ്വാഭാവികമായിട്ടും ആശങ്കകൾ വിപണിയിൽ ഉടലെടുത്തു. മാർച്ചിൽ പലിശ നിരക്ക് കുറച്ച് തുടങ്ങുമെന്നുള്ള പ്രതീക്ഷ ചിലർ ഉപേക്ഷിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഓഹരികൾക്ക് പുറമെ കടപ്പത്രങ്ങളുടെയും സ്വർണത്തിൻ്റെയൊക്കെ വിലയിൽ വലിയ മാറ്റം വന്നെങ്കിലും പിന്നീട് അവയെല്ലാം സാധാരണ നിലയിലേക്ക് മാറി. ഓഹരികളുടെ കാര്യത്തിൽ ഇന്നലെ ഓരവസരത്തിൽ വലിയ താഴ്ചയാണ് നേരിട്ടത്. പിന്നീട് താഴ്ചയും നേട്ടവും ഇല്ലാത്ത രീതിയിലാണ് അമേരിക്കൻ വിപണി ക്ലോസ് ചെയ്തത്. ഇന്നിപ്പോൾ ഏതായിരുന്നാലും വിപണിയിൽ കൂടുതൽ ആശ്വാസം വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് അവിടെ തന്നെ വേറെ സാമ്പത്തിക കണക്കുകളും പുറത്ത് വരാനുണ്ട്, തൊഴിൽ കണക്കുകളും മറ്റും വരാനുണ്ട്. അവയുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ വിപണി പ്രവർത്തിക്കുക. അമേരിക്കൻ വിപണിയുടെയും ഏഷ്യൻ വിപണിയുടെയും എല്ലാം പ്രവർത്തനത്തിൻ്റെ തുടർ കഥകൾ നമുക്ക് അടുത്ത തിങ്കളാഴ്ച ചർച്ച ചെയ്യാം.